ആണോ കുടിക്കരുത് അറിയാലോ. 2 മതി കൊഞ്ഞോട്ടെ. രഞ്ജു എന്റെ പൊന്നപ്പ സാറേ പയ്യ നടക്ക്. പുട്ടുകടാ ഇതെവിടെ പോവാ? കുപ്പി നല്ല പുട്ട് കിട്ടും. പുട്ട് നിതേഷ് അവരെയും കൂടെ വിളിക്കണേ. പറഞ്ഞോ ഡാഡ് കോളിംഗ്. നിങ്ങൾ പോയിക്കോ. ഞാൻ നോക്കിക്കോളാം. എനിക്ക് ഇവനെ വേണ്ടേ. അടിച്ച് ചോട്ടി കൊണ്ടിട്ട് കഷ്ടം തന്നെ. അണ്ണ പറല്ലേ ഞാനല്ലേ അണ്ണ വാ അണ്ണ. ചുമ്മാ പുട്ടും ബീഫായിട്ട് ഞെരിക്കാം. നല്ല പുട്ടല്ലേ ബീഫും. നീ വാടി അമ്മയുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. അഞ്ജു നമുക്കൊട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ്. ബോയ്സ് ഒക്കെ പറഞ്ഞാൽ ആകെ പ്രശ്നമാവും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ടൂർ ഓർമ്മയുണ്ടല്ലോ, ആ അവസ്ഥയാവും. തോണ്ടിലും പിടിക്കലൊക്കെ അവന് വീട്ടിൽ പോയി കാണിച്ചാൽ മതി. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ടീച്ചറെ. ചോദിച്ചിട്ട് കാര്യം. നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അവർക്ക് 2 കിട്ട് തന്നെ വേണം. പക്ഷെ ഈ ഒരു അവസരത്തിൽ നമ്മളെ സഹായിക്കുന്ന ഒരൊറ്റ മനുഷ്യന്മാർ പോലും ഉണ്ടാവില്ല. വാ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇനി പറഞ്ഞടേ മുറ്റൈറ്റം എന്താ മോളെ? പൊളിച്ച് ഒരു ഫോട്ടോ എടുക്കട്ടാ. എല്ലാരും കയറിയാ വണ്ടി എടുക്കില്ല. 1 മിനിറ്റ്. ബ്ലൂ പെൻ ഡ്രൈവടാ. എന്തോന്നടേ ഇത്? എന്താ മനുഷ്യനെ നാളെ കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ ഫിറ്റാണ്. ഫിറ്റല്ല. മിണ്ട അവിടെ എങ്ങനെ അടങ്ങിയിരി. ശരിയാണല്ലോ. ഇവിടെ നീ വേണേ നോക്ക്. ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങൾ എന്നെ കൊണ്ട് എന്ത് ചെയ്തു? എന്തിനു വേണ്ടി? കൊച്ചേ എന്തേലും പറയാനുണ്ട് സ്പോട്ടിൽ തന്നെ പറയണം കേട്ടാ. ചുമ്മാ മനസ്സിലിരിക്കില്ല. അണ്ണ സ്നേഹം കൊണ്ട് പറയണം കേട്ടാ. പിന്നെ ചിലപ്പോ അതിന് സമയം കിട്ടിയെന്ന് വരൂല. അത്യാവശ്യമാണോ? അടുത്ത ജംഗ്ഷൻ നിർത്തി പോരെ? കുറച്ചുകൂടെ ദൂരം നിങ്ങൾക്ക് നമ്മളോട് വരായിരുന്നു. അത്യാവശ്യ പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ശരി വിളിക്കണേ. ശരി ഓക്കെ ബൈ. നല്ല സംസ്കാരമുള്ള സാർ. ഇതിനാണോ ഇങ്ങനെ ഇവിടെ തന്നെ നിർത്താൻ പറഞ്ഞത്? തിരുമിക്കോളണ്ണ. ഇങ്ങനെ വല്ല അടിച്ചാ നിന്നോടൊക്കെ അപ്പോഴേ പറഞ്ഞാടാ പന്നകളെ. ബസ് പറ്റൂല. അല്ലെന്നാ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. വെള്ളം കൊടുക്കണ്ണ. ആശുപത്രി കൊണ്ടുപോടേ. ട്രാവൽ സിക്നസ് ആണ്. ഗ്ലൂക്കോസ് സ്ട്രിപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകണം. നിപ്പ വൈറസ് ഉള്ളതാണോ ചോദിക്കേ.
ആ പിന്നെ ഈ വയറിളക്കം വെള്ളവും വരുവാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞിട്ടാണ് വരുന്നത്. അണ്ണ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെയൊക്കെ ചെറിയൊരു വേന, ഒരു ഉരുണ്ട് കയറ്റമൊക്കെ ഉണ്ടേ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ബസ് വേണ്ട വേണ്ട. വേറെ നിവൃത്തിയില്ലാത്തോണ്ടല്ലേ അണ്ണാ, ഈ ഗ്ലൂക്കോസ് അങ്ങ് തീർന്നാൽ നമുക്ക് പോകാല്ലേ. നോക്ക്, മനസ്സാക്ഷിയില്ലേടാ നിനക്ക്? ഇവിടെ ഒരാളെ നീക്കാൻ ആംബിയറിലാണ്ട് കിടക്കുമ്പോഴാണ്. അപ്പൊ റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നാളെ അങ്ങ് പോകാല്ലേ. റൂം എടുക്കാന്ന് വെച്ചാൽ ആകെ ഉണ്ടായിരുന്ന കാർഡ് പിടിച്ച് ബ്ലോക്ക് ആക്കിയില്ലേ? അണ്ണാ, നമുക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും നമ്മുടെ ഫ്രണ്ട് ഒരുത്തന്റെ വീട്ടിൽ തങ്ങാനുള്ള ഏർപ്പാടുണ്ടാക്കിയാലേ? അല്ല, അതിന് നിനക്ക് ഇവിടെ വല്ലവരും അറിയൂ? അണ്ണാ, നമ്മളന്ന് ആ ഭീമാപള്ളി കേസിൽ ഒരുത്തിന് ഊരിലായിരുന്നു. ആ കഴുത്ത ചങ്ങലയിട്ട് തടിയൻ ഡോൺ ബോസ്കോ, ഡോമിനിക്. അവന്റെ വീടോട് വൈപ്പില്ല. എൻ്റെ ഒരു നമ്പർ ഉണ്ട്. ഒന്ന് വിളിച്ച് കേട്ട് നോക്ക്. രഘുവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാന്ന് പറഞ്ഞാൽ മതി. സേന വരുന്നവനോട് തൂറ്റലാണെന്ന് പറയണ്ട. ഇംഗ്ലീഷിലേതെങ്കിലും വലിയ പേര് പറഞ്ഞേക്ക്. ഒരു അന്തസ്സുള്ള പേരെന്തെങ്കിലും. സ്റ്റൊമക് അപ്സെറ്റ്, ഫുഡ് പോയ്സൺ. മതി, ഫിക്സ്. ഫിക്സ്. എന്താണ്? ഒന്നുമില്ല, എല്ലാം ഫിക്സ്. എവിടെയാണ് മാൻ? എവിടെ? ബ്രോ എത്ര നാളായി മാൻ? പിന്നെ നമ്മളെ സേനാണൊക്കെ അകത്തുണ്ട്. പിന്നെ അങ്ങോട്ടൊക്കെ ഇറങ്ങാത്തത് അതൊക്കെ കുറെ പറയണ്ട് ബ്രോ. വെറുതെ ഇങ്ങനെ വിഷയമാണ് ബാബ പറയാറ്. ആശാന്റെ ഭയങ്കര ഫാനാണ് ഞാൻ. മനസ്സിലായി. എന്തു പറ്റി? തൂറ്റിലും ചേർത്തി ശാന്തി മാത്രമേ ഉള്ളൂ. ഫുഡ് പോയിസൺ. ഇത് ഈ ട്രിപ്പ് അങ്ങ് തീർന്നു കഴിഞ്ഞാൽ ഹാപ്പിയായിട്ട് ബോഡി എടുക്കല്ലേ. അല്ല, പോവല്ലേ. ഡൊമിനിക്, നിന്റെ ഒരു ഹെൽപ്പ് വേണം. എന്താണ് സീൻ? പിള്ളേരെ ഇറക്കണം, മട്ടാഞ്ചേരി മൊത്തം ഇറങ്ങണം. പൊടിക്ക് അടങ്ങ് പറയട്ട്. നമ്മൾ ഒരുത്തിനെ പഞ്ഞിക്കിടാൻ പോണ വഴിയാണ്. അത് ശരി. ആരാണ് ആള്? എന്താണ് സീൻ? അതായത് ഞാൻ പറയാം. നമ്മുടെ പിങ്കു ഇല്ലേ, പിങ്കു അമ്മ ഇവിടെ ആശുപത്രിയിൽ വരെയായിരുന്നു. അമ്മയെ പിടിച്ചു തള്ളിങ്ങനെ വീട്ടിൽ കയറുന്ന ഫിനിഷ് ചെയ്യണം. അവന്റെ വീട് കാസർഗോഡ്. എവിടെയാണ്? കാസർഗോഡ്. എന്ത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അതല്ല, എനിക്ക് ഡെയിലി സ്റ്റേഷനിൽ പോയി ഒപ്പിടുന്ന സീനുണ്ട്. കോപ്സ് സീനാണ്. അതല്ലായിരുന്നു ഞാനും വരായിരുന്നു. നിങ്ങൾ കൊച്ചിയിൽ വേറെ എന്താ ആവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞു. ഈ ഡൊമിനിക്കുണ്ട്. താമസിക്കാൻ വരണം. അത് പണിയാണ്. ഞാൻ നോക്കട്ടെ. ഇത് വല്ല നടക്കൂടെ? വല്ലതും നടക്കൂടെ? അവൻ നമ്മളെ നടച്ചു. പോർക്ക് ഒന്നും പഠിക്കാല്ല. ഓൾ സെറ്റ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ വിത്ത് ലോട്ട് ഓഫ് ലിക്കർ ആൻഡ് പാർട്ടി പരിപാടീസ്. നൈസ് പ്ലേസ് ആണ് നമ്മുടെ ബാബയുടെ ഹൗസ്. രഘുവിന് പീസായിട്ട് റെസ്റ്റും ചെയ്യാം. പൊളിക്കും പറ്റാൻ. ഓക്കെ.